ഹലോ +1 സ്റ്റുഡൻസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട്സ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 100 കമൻറ്റ്സ് നിങ്ങൾ ഉണ്ടാക്കിയാൽ ഇപ്പോൾ തന്നെ അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് മാത്രം ഡ്രൈവ് ലിങ്ക് ആയിട്ട് തരുന്നതായിരിക്കും. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിനും ഷോർട്ട് നോട്ട്സ് ഉണ്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്യണം ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. എല്ലാ ഫോർമുലയുണ്ടോ? 99% ഫോർമുലാസ് ഉണ്ട്. 1-2 ഫോർമുല ആപ്ലിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പേടിക്കരുത്. അപ്പോൾ ഫസ്റ്റ് കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ പോകും നിങ്ങൾ 10 hours ലൈവ് എൻ്റെ കാണുക, കഴിഞ്ഞ വർഷത്തെ. അതാണ് നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് കാണാൻ മറക്കരുത്. എക്സാമിന് 2 ദിവസം മുമ്പ്, എക്സാമിന് തലേന്ന് നിങ്ങൾക്ക് പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഷുവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് നോട്ട്സ് മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കുക. +2 അവസാനത്തെ നിമിഷം മാത്രം പഠിക്കുന്ന ഒരു സ്ട്രാറ്റജിയിൽ ആദ്യം മുതൽ പഠിക്കാൻ താല്പര്യമുണ്ട് എക്സാമിനർ ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. മാർച്ച് 25 വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫീ റിഡക്ഷൻ ഉണ്ടാകുന്നതായിരിക്കും. ലൈവ് റെക്കോർഡ് ക്ലാസ് വെച്ച് ആദ്യം മുതലേ പഠിച്ച് സെറ്റാക്കാം. ഈസി ആയിട്ട് ഫുൾ മാർക്ക് മേടിക്കാം. ഓക്കെ, പിന്നെ മക്കളെ നിങ്ങൾ കൊമേഴ്സാണ്, കൊമേഴ്സ് ബാച്ച് ഉണ്ട്, നീറ്റും JNT ബാച്ച് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിനനുസരിച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ, ചാപ്റ്റർ 1 സെറ്റ്സും അതിൻ്റെ ക്വസ്റ്റ്യൻസും വെച്ചിട്ടുണ്ട്, വെൻ ഡയഗ്രാംസ് വെച്ചിട്ടുണ്ട്. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിൽ ക്വസ്റ്റ്യൻസും ഗ്രാഫും റിലേഷൻ എന്താണെന്ന്, പിന്നെ ഗ്രാഫ് മാത്രമല്ല ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ് വരെ വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ് എങ്ങനെ വേണം ചോദിക്കാം. ഓക്കെ, റെഡി. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് വിത്ത് ഓൾ ഫോർമുല, ഓൾ ഗ്രാഫ്സ്, ഓൾ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഓരോ ടോപ്പിക്കിൽ നിന്ന് വരുന്ന കൊടുത്തിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈവിനൊക്കെ വരിക. കാരണം വളരെ യൂസ്ഫുൾ സാധനമാണ്. ഓക്കെ, ഇത് വെറുതെ ഉണ്ടാക്കി വെക്കുന്നതല്ല, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ തന്നെ. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, ഒരിക്കലും മിസ്സാകാൻ പാടില്ലാത്ത ചാപ്റ്ററാണ്, പഠിക്കണം. ഓക്കെ, ലീനിയർ ഇൻഇക്വാലിറ്റീസ് സിമ്പിൾ ചാപ്റ്ററാണ്, വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് അത് നോക്കി പഠിക്കണം. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ പഠിക്കുക. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻ്റ്. ക്വസ്റ്റ്യൻ ടൈപ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, ബൈനോമിയൽ എക്സ്പാൻഷൻ 2 ഫോർമുലയുള്ളൂ, മനസ്സിലാക്കുക, പഠിക്കുക, എക്സ്പാൻഷൻ ചെയ്യാം. സീക്വൻസ് ആൻഡ് സീരീസ് ഓർത്ത് വെച്ചോ, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ 3-4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ളൂ, മര്യാദയ്ക്ക് പഠിച്ചാൽ മതി. സ്ട്രേറ്റ് ലൈൻസ് കോൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചാൽ ചിലപ്പോൾ വരയ്ക്കാൻ വരെ ചോദിക്കും, വരയ്ക്കാനും ചിലപ്പോൾ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എല്ലാ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോണിക് സെക്ഷൻസ് ബ്യൂട്ടിഫുൾ ചാപ്റ്ററാണ്, പഠിച്ചു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ്, പഠിച്ചില്ലെങ്കിൽ ഭയങ്കര ടഫാണ്. പഠിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ പറ്റും. എല്ലാ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വരച്ച് പഠിക്കാൻ എപ്പോഴും ഞാൻ നിങ്ങളെ അഡ്വൈസ് ചെയ്യാം. ഓക്കെ, ഇൻട്രോ ടു 3D ജോമെട്രി മാർക്ക് കളയരുത്. ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് പഠിക്കണമെങ്കിൽ എൻ്റെ 10 hour ലൈവ് ക്ലാസ് ഉണ്ട്, കണ്ടാൽ മതി. ഓക്കെ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഫോർമുല ഡെഫിനറ്റ്ലി റിലേഷൻ എന്താണ് റിസൾട്ട്സും ഇതൊക്കെ പഠിക്കണം. അതുപോരാതെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. PYQs ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക, NCERT പ്രാക്ടീസ് ചെയ്യുക. സ്റ്റാറ്റിസ്റ്റിക്സ് മക്കളെ കുറേ ഫോർമുല ആക്ച്വലി ഉണ്ട്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് മീൻ ഡീവിയേഷനും അതേപോലെ ഇതിനൊക്കെ ഒരു ഫോർമുലയിൽ സാർ ഒരു ടൈപ്പ് കാണിച്ചെല്ലാം പഠിപ്പിച്ചു. നിങ്ങൾ ഈ വർഷത്തെ അലൻ സാറിൻ്റെ വൺ ഷോട്ട് കാണാം. ഈ വർഷത്തെ എക്സാമിനർ +1 ചാനലിൽ വൺ ഷോട്ട് കണ്ടാൽ ഉടായ്പ് ഫുൾ പഠിപ്പിച്ചിരുന്നുണ്ട്. 1-2 ഫോർമുല പഠിച്ചാൽ ഫുൾ തീർക്കാൻ പറ്റും. ഓക്കെ, സെറ്റ്. അപ്പോൾ അതോടെ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് കിട്ടുന്നതായിരിക്കും. കമൻറ്റ് ചെയ്യാം മക്കളെ. പിന്നെ +2 ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വേദന എടുക്കാം. ബൈ ബൈ.